ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉലുവ മാങ്ങയാണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാങ്ങ അച്ചാറിന് നല്ല സ്വാദുള്ളതും അച്ചാറിട്ട് വെച്ചാൽ 6 മാസം കേടാകാതെ ഇരിക്കുന്നതും നല്ല സ്ട്രോങ് ആയിട്ടുമുള്ളൊരു അച്ചാറാണ് ഈ ഉലുവ മാങ്ങ. മാങ്ങ അച്ചാറുകളിലെ രാജ്ഞിയാണ് ഈ ഉലുവ മാങ്ങ. എനിക്ക് കുറച്ച് നാടൻ മാങ്ങ കിട്ടിയിരുന്നു, അതാണ് ഉലുവ മാങ്ങ ഉണ്ടാക്കിയത്. ഉലുവയുടെ ചെറിയ കയ്പ്പ് കലർന്ന രുചിയും നല്ല മണവും, പൊതുവെ ഉലുവ മാങ്ങയുടെ രുചിയും ഉപ്പിൻ്റെ പാകത്തിനുള്ള സ്വാദും മാങ്ങയുടെ പുളിയും കൂടി ചേർന്ന് നല്ല രുചിയേറിയ അച്ചാറാണ് ഈ ഉലുവ മാങ്ങ. ഇതിൽ വെള്ളം ചേർക്കേയില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഉലുവ മാങ്ങ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഉലുവ മാങ്ങ ഉണ്ടാക്കുന്നതിന് ഞാൻ 2 കിലോ നാടൻ മാങ്ങ കഴുകി തുടച്ച് ഉണക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ മാങ്ങയുടെ ഈ ഞെട്ട് കളയാതെ 2 സൈഡും ഞാൻ പൊളർന്നെടുത്തിരിക്കുകയാണ്. ഇതുപോലെ വേണം കട്ട് ചെയ്ത് വെക്കാൻ. കുറുകെ ഒന്നുകൂടെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മാങ്ങ നല്ലതുപോലെ വിളഞ്ഞതായിരിക്കണം. ഈ ഉലുവ മാങ്ങ ഇടുന്നതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. മാങ്ങായും ഉപ്പും മുളക് പൊടിയും ഉലുവാപ്പൊടിയും മാത്രമേ വേണ്ടൂ. 2 കിലോ മാങ്ങയ്ക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു 175 ഗ്രാം എടുത്തിട്ടുണ്ട്. ഉപ്പൊരു 80 ഗ്രാം എടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടിയും അതുപോലെ ഒരു 75 ഗ്രാം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഉലുവ മാങ്ങ റെഡിയാക്കാം. നമ്മൾ 2 കിലോ മാങ്ങയാണ് എടുത്തേക്കുന്നത്. നമുക്കതുകൊണ്ടൊരു വലിയ പാത്രത്തിൽ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പാദ്യം ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തവിയോ പാത്രമോ ഒന്നും നനഞ്ഞ വെള്ളമയമൊന്നും കാണരുത്. ഉപ്പ് കല്ലാണ് ഉലുവ മാങ്ങ റെഡിയാക്കുന്നതിന് എടുക്കേണ്ടത്. ഉലുവാപ്പൊടി ഉണ്ടെന്നും കണ്ട് കയ്ക്കോ ഒന്നുമില്ല. ആദ്യം ചിലപ്പം നമുക്ക് അതിൻ്റെ ചാറിനൊരു ശകലം കയ്പ്പ് തോന്നും. പക്ഷേ നമ്മൾ ഈ ഉലുവ മാങ്ങ എടുക്കുന്ന ഒരു 3-4 മാസം കഴിഞ്ഞായിരിക്കും. അപ്പോഴത്തേക്ക് അതിൻ്റെ ചാറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ചെത്തി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ആ പൊടിയെല്ലാം ഈ മാങ്ങയിലൊന്ന് പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. ഉപ്പൊക്കെ കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള മാങ്ങയും കൂടെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നടന്നു പോയെന്നും കണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അച്ചാറാണ് ഉലുവ മാങ്ങ. നമുക്കിനി ഇത് ഇളക്കൊന്നും വേണ്ട. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് നല്ലെണ്ണ നല്ലപോലെ തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കൊന്നും വേണ്ട. കുപ്പി ഭരണിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഭരണിയിലേക്ക് നമ്മൾ മാങ്ങ 2 കിലോയും ഇട്ട് കൊടുത്തു. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 1/4 കപ്പ് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അടച്ചു വെക്കാം. ഈ ഉലുവ മാങ്ങ 3-4 മാസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ അലുത്ത് മാങ്ങാണ്ടി മാത്രമായിരിക്കും. മാങ്ങയുടെ അരപ്പും മാങ്ങയുടെ ഫ്ലഷും എല്ലാം കൂടെ ചേർന്ന് നല്ല പേസ്റ്റ് രൂപത്തിലായിരിക്കും ഉലുവ മാങ്ങ കാണുന്നത്. ഉലുവ മാങ്ങ ഇപ്പം ഉണ്ടാക്കി 6 മാസം കഴിഞ്ഞാലും നല്ല ഫ്രഷായിരിക്കും. 2-3 ദിവസം കഴിയുമ്പോൾ ഈ മാങ്ങ അലുക്കാൻ തുടങ്ങും. നല്ല ഒരു അരഭാഗത്തോളം ഇതിൻ്റെ ചാറൊക്കെ ഉണ്ടാകും. മാങ്ങ കൂട്ടാൻ തുടങ്ങുന്ന സമയം ഒരു 1-2 മാസം കഴിയുമ്പോൾ നമുക്കിത് കഴിക്കാം.
ഇത് വേറൊരു ഭരണിയിലേക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഭരണിയിലുള്ളത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.